ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഇതിനായി ഒരു ഉരുളിയിലേക്ക് 1/2 കിലോ ചെറുപയർ പരിപ്പിട്ട് നന്നായി വറുത്തെടുക്കണം. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരേക്കും വറുക്കാം. അതിനുശേഷം നമുക്ക് ഈ വറുത്ത പരിപ്പിനെ ഒരു പാത്രത്തിലേക്കിട്ട് വെള്ളമൊഴിച്ച് കുറച്ച് നേരം കുതിരാൻ വയ്ക്കാം. ഒരു അരമണിക്കൂർ നേരത്തേക്ക് പരിപ്പൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. കുതിർത്ത് കഴുകിയെടുത്ത പരിപ്പ് നമുക്ക് വീണ്ടും ഉരുളിയിലേക്കിട്ട് 2 തേങ്ങയുടെ പാല് അരിച്ചെടുത്തതിൽ 3ാമത്തെ പാലാണ് ഇതിനകത്ത് ആദ്യം ഒഴിക്കുന്നത്. ഈ പരിപ്പ് നന്നായി വെന്ത് ഈ വെള്ളമെല്ലാം വറ്റുന്നത് വരേക്കും നമുക്കത് വേവിക്കാം. പരിപ്പ് നന്നായി വെന്ത് എല്ലാം ഉടയണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുക്കറിലിട്ട് വേവിച്ചാലും മതി. ഇതിപ്പം ഫുള്ളായിട്ട് ഉടയുന്നില്ല, കുറച്ച് തരിതരിയായിട്ട് കിടക്കുന്ന പോലെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിലേക്ക് 1/2 കിലോ ശർക്കര ഉരുക്കിയത് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ശർക്കര നന്നായി അതിലേക്ക് വരട്ടി വരുന്നത് വരേക്കും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ശർക്കര നന്നായി വരണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ കുറച്ച് നേരം ഇത് മിക്സ് ചെയ്യണം. നെയ്യ് നന്നായി ആ പയറിലെല്ലാം പിടിക്കാനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തേങ്ങ പിഴിഞ്ഞ 2ാം പാൽ ഇതിനകത്തേക്ക് ഒഴിച്ച് ഇതുപോലെ തിളപ്പിച്ച് ആ പാലും ഒരുവിധം വറ്റിച്ചെടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഇത് ഒഴിച്ചതിന് ശേഷം പായസം തിളപ്പിക്കേണ്ട, നന്നായി ഒന്ന് ചൂടായി വന്നാൽ മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ചൂടായി വന്നാൽ മതി. ഈ ഒരു പരുവത്തിന് നമുക്ക് ഇതിലേക്ക് ചുക്ക്, ഏലക്ക, ജീരകം, പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ഒരു 2 സ്പൂൺ ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു വശത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാന് നെയ്യൊഴിച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിങ്ങയും വറുത്ത് കോരാം. തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വറുത്തിടുന്നതും നല്ല ടേസ്റ്റായിരിക്കും. ഇത് നമുക്ക് ഈ പായസത്തിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചെറുപയർ പായസം റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.